നമസ്കാരം. അജ്മലിന്റെ theborderofamind.com എന്ന വെബ്സൈറ്റിലെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചാ പരമ്പരയുടെ പുതിയൊരു ഭാഗത്തിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് അജ്മൽ എഴുതിയ ബീയിങ് വർക്ക്സ് ഇൻ പ്രോഗ്രസ് എന്നൊരു ബ്ലോഗ് പോസ്റ്റാണ്. അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഈ വെബ്സൈറ്റ് അറിയാലോ, അജ്മലിന്റെ ഒരു പേഴ്സണൽ പ്രോജക്റ്റ് പോലെയാണ്. കുറേ വർഷങ്ങളായിട്ടുള്ള ചിന്തകളും കണ്ടെത്തലുകളും. അതെ, ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. എഴുത്ത്, കല, പിന്നെ കാഴ്ചപ്പാടുകൾ. ശരിയാണ്. അപ്പോ ഈ പ്രത്യേക ലേഖനം അത് ജീവിതത്തിലെ ഒരു പ്രധാന വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. അനിശ്ചിതത്വം അല്ലേ? എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവം. തീർച്ചയായും. നമുക്കതിലേക്കൊന്ന് കടന്നു നോക്കാം. തുടങ്ങാം. അപ്പോ അജ്മലിന്റെ പ്രധാന ആശയം എന്താണെന്ന് വെച്ചാല്, ഈ അനിശ്ചിതത്വമില്ലേ, അതിനെ നമ്മൾ ഭയത്തോടെ കാണേണ്ട ഒന്നല്ല. ഓഹോ. മറിച്ച് അതൊരു മനുഷ്യ സഹജമായ യാഥാർത്ഥ്യമാണ്. ജീവിതത്തിൽ ചിലപ്പം വഴിതെറ്റിയ പോലെയൊക്കെ തോന്നാം. അത് സ്വാഭാവികമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിയാണ്. പലപ്പോഴും അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ വല്ലാതെ നിരാശപ്പെട്ടു പോവും. അതെ. പക്ഷെ ഇവിടെ അജ്മൽ പറയുന്ന ഒരു കാര്യം, ആ നിരാശയിൽ മുഴുകിയിരിക്കുമ്പോൾ നമ്മൾ എത്ര ദൂരം മുന്നോട്ട് വന്നു എന്ന് നമ്മൾ മറന്നുപോകും. അതൊരു നല്ല പോയിന്റാണ്. ഓരോ അനുഭവവും, അത് നല്ലതായാലും ചിലപ്പോൾ മോശമായാലും, നമ്മളെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളെ മാറ്റുന്നുണ്ട്. ശരിയാണ്. ചിലപ്പോൾ അന്ന് അതൊരു തെറ്റായി പോയിന്ന് തോന്നിയത് പിന്നീടായിരിക്കും നമ്മളെ കറക്റ്റ് സ്ഥലത്ത് എത്തിച്ചതെന്ന് മനസ്സിലാവുക. അതെ. എങ്ങനെ കാണുന്നു എന്നതിലാണ് കാര്യം. എക്സാക്ട്ലി. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി രസകരമാവുന്നത്. ഈ വ്യക്തതയില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കുറവ്, അത് ശരിക്കും വളരാനുള്ള ഒരു അവസരമാണെന്ന് അജ്മൽ പറയുന്നു. കാരണം നമ്മളാരും പെർഫെക്റ്റ് അല്ല. നമ്മളെല്ലാവരും എപ്പോഴും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വർക്ക്സ് ഇൻ പ്രോഗ്രസ് എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. വർക്ക്സ് ഇൻ പ്രോഗ്രസ് വളരെ നല്ലൊരു പ്രയോഗമാണത്. നമ്മളെ അറിവ് മാറുന്നു, കാഴ്ചപ്പാട് മാറുന്നു. അപ്പോൾ അന്നത്തെ ഒരു ധാരണ വെച്ചാണ് നമ്മൾ തീരുമാനമെടുക്കുന്നത്. അത് പിന്നീട് മാറിയേക്കാം. തീർച്ചയായും. ഇത് നമ്മളോടൊക്കെ പറയുന്ന പോലെയാണല്ലേ. പുതിയ കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മുടെ വഴിമാറ്റാൻ നമുക്ക് അവകാശമുണ്ട്. ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതെ, ഒരു സ്വാതന്ത്ര്യം. ലക്ഷ്യമൊന്നും അങ്ങോട്ട് കല്ലിൽ കൊത്തിവെച്ചതല്ലോ. അല്ല. പിന്നെ അജ്മൽ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പഴയ കാര്യങ്ങൾ, നമ്മൾ പണ്ട് എങ്ങനെ പ്രശ്നങ്ങളെ നേരിട്ടു എന്ന് ഓർത്താൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ നേരിടാൻ ഒരു ധൈര്യം കിട്ടും, ഒരു കോൺഫിഡൻസ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മുൻപത്തെ അതിജീവനം. അതെ. അജ്മൽ ഉപയോഗിച്ച ഒരു ഉപമ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ഇരുട്ട് അത് നക്ഷത്രങ്ങളുടെ വെളിച്ചം കെടുത്തുന്നില്ല. ഓഹോ. ശരിക്കും ആ വെളിച്ചം കൂടുതൽ തെളിമയോടെ കാണാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. കൊള്ളാം. നല്ലൊരു താരതമ്യം. അതുപോലെ നമ്മളോട് തന്നെ കുറച്ചുകൂടി ക്ഷമ കാണിച്ചാൽ, കുറച്ചുകൂടി സ്നേഹത്തോടെ പെരുമാറിയാൽ, ഒരു സെൽഫ് കമ്പാഷൻ അല്ലേ? അതെ. ആ ഒരു പ്രത്യാശ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? ശരിക്കും അതൊരു ചിന്തയാണ്. ഈ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന ആശയം അജ്മൽ ഈ ലേഖനത്തിൽ മാത്രമല്ലല്ലോ പറയുന്നത്. അല്ല, അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് theborderofamind.com, അതിൽ നോക്കിയാൽ കാണാം അദ്ദേഹത്തിന്റെ ആർട്ട് വർക്കുകള്, മറ്റെഴുത്തുകള്, തത്വചിന്താപരമായ കാര്യങ്ങൾ. പോഡ്കാസ്റ്റുകളും ഉണ്ടല്ലോ. അതെ, പോഡ്കാസ്റ്റുകള്. ഇതിലെല്ലാം ഈ ഒരു തീം കാണാം. ആ ഒരു നിരന്തരമായ യാത്ര, സ്വയം കണ്ടെത്തൽ, അതിന്റെയൊക്കെ ഒരു പ്രതിഫലനം. ശരിയാണ്. അതൊരു വലിയ ലോകം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ അജ്മൽ നമ്മളോട് പങ്കുവെക്കുന്നത് ഇതാണ്: അനിശ്ചിതത്വത്തെ ഒന്ന് അംഗീകരിക്കുക. നമ്മൾ ആരും പൂർണ്ണരല്ല, വർക്ക്സ് ഇൻ പ്രോഗ്രസ് ആണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക. അത് നമ്മളെ വളരാൻ സഹായിക്കും. തീർച്ചയായും. വളർച്ചയ്ക്കും പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു കരുത്തിനും അതാവശ്യമാണ്. അജ്മലിന്റെ ഈ ചിന്തകളും അദ്ദേഹത്തിന്റെ കലയും എഴുത്തും പോഡ്കാസ്റ്റുകളുമൊക്കെ കൂടുതൽ അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് theborderofamind.com സന്ദർശിക്കുന്നത് എന്തായാലും ഒരു നല്ല അനുഭവമായിരിക്കും. അതെ, പുതിയ ചിന്തകളും പ്രചോദനവുമൊക്കെ തേടുന്നവർക്ക് പ്രത്യേകിച്ചും. അദ്ദേഹത്തിന്റെ ആ യാത്രയുടെ ഒരു ഭാഗം നമുക്കും അനുഭവിക്കാം. ശരിയാണ്. അജ്മലിന്റെ മറ്റെഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ ഈ ചർച്ചാ പരമ്പര ഇനിയും തുടരും. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ഒരു ചിന്തയായിട്ടെടുക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ, അതിനെ ഈ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഈ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന കണ്ണിലൂടെ ഒന്ന് നോക്കാൻ ശ്രമിച്ചാൽ, അത് ഇന്നത്തെ നിങ്ങളുടെ ചിന്താഗതിയെ, സമീപനത്തെ എങ്ങനെ മാറ്റിയേക്കാം, ഒന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.